സോ ഹലോ ഹെസ്ലേസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു 7 ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ല. ഓക്കെ, മെയിനായിട്ട് ഫിഫ വേൾഡ് കപ്പാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. ആൻഡ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫുൾ റോഡ് മാപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. മേ ബി കുറച്ച് ലെന്ത് ആയിരിക്കാം. ഓക്കെ, കുറച്ച് ലെന്ത് ഉണ്ട്, ഏകദേശം ഒരു 20+ മിനിറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇപ്പം കാണാൻ ടൈമില്ലെങ്കിൽ നിങ്ങൾ പാർട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ വിചാരിക്കുന്ന എല്ലാം കവർ ചെയ്യാൻ തോന്നുന്നു. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ സംഭവം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ബിഗിനർക്ക് പറ്റുന്ന മിസ്റ്റേക്സും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. സോ ഗൈസ് ഇപ്പോൾ തന്നെ ജസ്റ്റ് ലൈക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ലൈക്കും അതുപോലെ തന്നെ ഒരു ഹൈപ്പും നിങ്ങൾ തരിക. കാരണം വീഡിയോ വളരെ റീച്ച് ആവും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ലൈക്കും ഹൈ പോയിന്റ്സും മതി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, മേ ബി ഇത് കുറച്ച് അത്യാവശ്യം എന്തായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ പാർട്ടായിട്ട് കാണുക, ഫുള്ളായിട്ട് കാണുക ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഫ്രണ്ട്സ്, ലൈക്കും കാളൊക്കെ അടിച്ച് വെച്ചേക്കുക. കാരണം ഇനി ഇതുപോലുള്ള വീഡിയോസ് കാളൊക്കെ വരും. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഞങ്ങൾ പഠിക്കേണ്ടത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പഠിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കണം. ഓക്കെ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് നമുക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുതരാം എല്ലാവർക്കും. സോ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, അത്രയ്ക്കൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തയ്യാറാക്കിയ ഒരു PDF ആണ്. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ റേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് ലോജിക്കായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾറെഡി നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലുള്ള ഇ-കൊമേഴ്സ് കമ്പനീസിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുക. ഓക്കെ, ലൈക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനീസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിനുശേഷം എന്താണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായി ലോജിക്ക് പറഞ്ഞു തരാണ്, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ദെൻ നല്ലൊരു പ്രോഡക്റ്റ് നമ്മളെന്താണ് തിരഞ്ഞെടുക്കുക. ഓക്കെ, നമ്മൾ സംഭവം പ്രൊമോഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്ത് പ്രൊമോഷനാണ് ചെയ്യുന്നത്. ദെൻ പ്രൊമോഷൻ ചെയ്ത് സെയിൽസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും, അതുപോലെ വലിയൊരു കമ്മീഷനും കിട്ടും. സോ ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം എന്താണ് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഓരോരോ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് ലിങ്ക് കിട്ടും. അതാണ് നമ്മുടെ പ്രോഫിറ്റ് ലിങ്ക്. അതുപോലെ സ്പെഷ്യൽ ലിങ്കും കാര്യങ്ങളൊക്കെയാണ്, സാധാ ലിങ്ക് അല്ല, നമ്മുടെ പ്രോഫിറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മുടെ അഫിലിയേറ്റ് അക്കൗണ്ട് കയറി നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് ഓരോ പ്രോഡക്റ്റും പ്രത്യേക ലിങ്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ആ ഒരു പ്രോഡക്റ്റ് ഓക്കെ നമ്മുടെ യുണീക്ക് ലിങ്ക് നമ്മൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആർക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലിങ്ക് വഴി ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഇപ്പം 500 രൂപയുടെ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ഇപ്പം 500 രൂപയുടെ ഒരു ഷൂ നിങ്ങളിപ്പോൾ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് 500 രൂപയുടെ ഒരു ഷൂ നിങ്ങൾ എടുത്തിട്ട് ആ ഒരു ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. എക്സാമ്പിൾ 500 രൂപയുടെ ഒരു ഷൂ നിങ്ങൾക്ക് ചിലപ്പോൾ 20% ആയിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. അപ്പം 500ന്റെ 20% ആണ് നിങ്ങൾക്ക് ഒരു സെയിലിൽ കിട്ടാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം എത്ര സെയിൽ പിടിക്കും അത്രയും കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ആമസോൺ ആണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇന്ത്യയിലെല്ലാം മിക്കുള്ള യൂസേഴ്സും ആമസോൺ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ആമസോൺ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മീഷോ യൂസ് ചെയ്യാൻ പറ്റും. മീഷോയിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പം പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ടാഗൊക്കെ വെച്ചാൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളോടെ ഞാൻ പോകണില്ല. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം തന്നെ നമ്മളൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം എന്താണ് നമുക്കൊരു സ്പെഷ്യൽ ലിങ്ക് കിട്ടും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ പ്രോഡക്റ്റ് നമുക്ക് സ്പെഷ്യൽ ലിങ്ക് കിട്ടും. ദെൻ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം എന്താണ് നമ്മുടെ യൂണിക് ലിങ്ക് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതിനുശേഷം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എത്ര കസ്റ്റമേഴ്സ് വാങ്ങും അത്രയും പൈസ നമുക്ക് കിട്ടും, അത്രയും കമ്മീഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഗൈസ് അടുത്തതാണ്
ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ചൂസിങ് യുവർ പ്രോഫിറ്റബിൾ നീഷ്. എനിക്ക് ഒരുപാട് കമന്റ്സ് അല്ലെങ്കിൽ എനിക്ക് DMs വരുന്നത്, ബ്രോ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സംഭവം ഒരാഴ്ചയോട് ചെയ്തു, ബട്ട് എനിക്ക് ഒരു സെയിൽസും കിട്ടിയില്ല, എനിക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, ഞാൻ വെറുതെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ജെനുവൻലി ഞാൻ ഇതുവരെയായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റ് യൂസ് കാണിച്ചിട്ടുള്ളത് ഏകദേശം 23,000 റുപ്പീസാണ്. ഓക്കെ, ഞാൻ ഓവറോൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ടൊക്കെ ഞാൻ ഏൺ ചെയ്ത സംഭവമാണ്, അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനമല്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് കൺസിഡറായിട്ട് നിങ്ങൾ അപ്ലോഡ് ആക്കിയത് മാത്രം മതി. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്താണ് ചുമ്മാ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ പോണില്ല. ഗൈസ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു നീഷ് സെലക്ട് ആക്കുക. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് പറഞ്ഞായിട്ട് പോകുന്നത്. ഓക്കെ, ഡോണ്ട് സെൽ എവരിത്തിങ്. നമ്മൾ എല്ലാ കാര്യവും സെല്ലാക്കരുത്. അതായത് ചുമ്മാ ഒരു പ്രോഡക്റ്റ്, ഈ സംഭവം കൊള്ളാം, ഈ സംഭവം നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യണം, ഈ സംഭവത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഇതൊക്കെയാണ്, വേണ്ട ഒരു ലിങ്ക് എന്ന് കമന്റ് ചെയ്താലും ഓട്ടോമാറ്റിക് ലിങ്ക് DM വരും. ആൾക്കാർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരും വാങ്ങാനും പോണില്ല. ഗൈസ് ഇതാണ് നമ്മുടെ ചുമ്മാ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് എന്താണ് സെല് ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്കാർ വാങ്ങില്ല. നമ്മൾ വാങ്ങിക്കാനുള്ള എന്താണ്, നമ്മൾ സെല്ലാക്കാനുള്ളത് പാഷൻ വേഴ്സസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മൾ സെല്ലാക്കാനുള്ളത് ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ സെല്ലാക്കാനുള്ളത്. ഓക്കെ, ആൾക്കാരുടെ പ്രോബ്ലം, അവർക്ക് ഒരുപാട് പ്രോബ്ലം കാണും. ഓക്കെ, അതാണ് നമ്മൾ സെല്ലാക്കാനുള്ളത്. ആ ഒരു സംഭവം അഫിലിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സെയിൽസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്, ഡോണ്ട് സെൽ എവരിതിങ്, ഫോക്കസിങ് ഓൺ എ സ്പെഷ്യൽ നീഷ് ഹെൽപ്സ് യുവർ ബിൽഡ് അതോറിറ്റി ആൻഡ് ട്രസ്റ്റ് വിത്ത് യുവർ ഓഡിയൻസ്. എല്ലാം കൂടി പ്രൊമോട്ട് ചെയ്യാൻ നോക്കരുത്. ഒരു സ്പെസിഫിക് നീഷ് തിരഞ്ഞെടുത്ത് ഓഡിയൻസിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം എളുപ്പമാക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചില്ല, അപ്പോൾ നീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി, സോഫ്റ്റ്വെയർ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഫിനാൻസ് ആൻഡ് വെൽത്ത്, ലൈഫ് സ്റ്റൈൽ, ഹോം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഒന്ന് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഹോം ആണ്. അതായത് നമ്മുടെ അല്ലെങ്കിൽ ടെക്നോളജി, സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ് ഒട്ടുമിക്ക ആൾക്കാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഹോം ഡെക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയൊക്കെ ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ എന്താണ് യൂട്യൂബ് യൂസ് ചെയ്തോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തോ കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയതിനു ശേഷം #മീഷോ ഫൈൻസ്, ആമസോൺ ഫൈൻസ് നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിൽ ഒരുപാട് പ്രോഡക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ഉള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മീഷോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ട്രെൻഡിങ് പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നീഷ് എന്താണ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താണ് പ്രോബ്ലം, സോ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഓരോ പ്രോഡക്റ്റുകളെ കണ്ടുപിടിക്കുക. ദെൻ അത് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് കാണിച്ച് പ്രൊമോട്ട് ചെയ്യാം, അല്ല നിങ്ങൾക്ക് ഫേസ് കാണിക്കില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ വീഡിയോസും കാണാൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്താൽ മതി. ലാസ്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ലിങ്ക് ബയോയിൽ കൊടുത്തേക്ക്. ഓക്കെ, നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് എളുപ്പമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചാനലോ ടെലഗ്രാം ചാനലോ ക്രിയേറ്റ് ആക്കാം. അതിനുശേഷം നിങ്ങൾ ഓരോരോ പ്രോഡക്റ്റ് ഫോട്ടോ വിത്ത് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് എടുത്ത് ഇടുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം വീഡിയോ ലാസ്റ്റ് പറയാം, ജസ്റ്റ് നമ്മൾ ടെലഗ്രാം ചാനൽ ചെക്ക് ചെയ്താൽ മതി, ബയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ആൾക്കാർ നേരെ ടെലഗ്രാം ചാനൽ കയറുന്നതായിരിക്കും. ദെൻ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് അവർ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും. സോ ഗൈസ് അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് പോകുന്നത്. ചുമ്മാ നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് അത് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക കാര്യമില്ല. ഓക്കെ, സോ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ നീഷാണ് സെലക്ട് ആക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ് ഏതെങ്കിലും ഒരു നീസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഇപ്പം ചിലവർക്ക് നല്ല തടി കാണാം, അല്ലെങ്കിൽ കുടവേറൊക്കെ കാണാം. ഓക്കെ, സോ അവർക്ക് ഇങ്ങനെ ഡ്രസ്സും കാളൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം നമുക്ക് അത് റിലേറ്റഡ് ആയുള്ള സംഭവം നമുക്ക് എന്താണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഒരു പ്രോഡക്റ്റ് എന്താണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സ്പെഷ്യാലിറ്റീസ് പറയാം. സോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ആളെ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് ഒന്നെങ്കിലും ഓട്ടോമേറ്റ് സെറ്റ് ആക്കാം. ഓട്ടോമേറ്റ് സെറ്റ് ആക്കാൻ പറ്റുന്ന ടൂളാണ് സൂപ്പർ വെയിൽ. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മീഷോ വേ ചെയ്യുന്നെങ്കിൽ മീഷോ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ സൂപ്പർ വെയിൽ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് സെറ്റപ്പ് ചെയ്യാനുള്ള സമയം നമുക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൊസിഷനിൽ പാഷൻ വേഴ്സസ് പ്രോഫിറ്റ്. നമ്മളെന്താണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ കാരണം നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുത്താൽ ലോങ് ടേം ആയിട്ട് നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ നിഷ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചത്. ഇപ്പം നിങ്ങൾക്ക് എന്തിനാണ് ഇൻട്രസ്റ്റ്, ഓക്കെ, അത് നിങ്ങൾ എന്താണ് നിഷായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ ക്രിയേറ്റർ ഇൻഫ്ലുവൻസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾ ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബ്രാൻഡിങ്ങളൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ആയിക്കൊണ്ട് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തതിനു ശേഷം മന്ത്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾ മന്ത്ലി ഒരു 2K ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സെയിൽസ് ഒക്കെ കിട്ടി തുടങ്ങിയതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5K ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ സ്കെയിൽ ചെയ്ത് പോകും. സ്കെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം നിങ്ങൾ 2K ഏൺ ചെയ്താൽ
നെക്സ്റ്റ് മന്ത് ഒരു 5K അങ്ങനെ ബിൽഡ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് പോവാം. ഓക്കെ, അതിനനുസരിച്ച് നല്ല രീതിക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ട് അത്രയും മാത്രം നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ചെയ്യാൻ പറ്റും, ടെലഗ്രാം ചാനൽ ചെയ്യാൻ പറ്റും, വാട്സപ്പ് ചാനൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഗൈസ് അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ വേർ ടു ഫൈൻഡ് ഹൈ പേയിങ് പ്രോഡക്റ്റ്. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഡക്റ്റ് വേണം. എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയില്ല. കണ്ടുപിടിക്കാൻ അറിയുന്ന ഫ്രണ്ട്സ് നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാതെ ഉള്ളൂ. ഓക്കെ, അല്ല നിങ്ങൾക്ക് എന്തിനോടാണ് ഇഷ്ടം അത് നിങ്ങൾക്കൊരു പേജ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിട്ട് മാത്രം ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റർ ആയിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടാൻ പറ്റും. അതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന പ്രോഡക്റ്റ് നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ കമന്റ് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഒക്കെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടൂ, അതർവൈസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താണ് ആമസോൺ അസോസിയേറ്റ്. ഇതാണ് നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് സംഭവം. ഓക്കെ, ഇവിടെ നമ്മൾ കയറിയാലാണ് നമുക്ക് ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ക്ലിക്ക് ബാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഡിജി സ്റ്റോർ ഉണ്ട്, പിന്നെ ഡയറക്റ്റ് ബ്രാൻഡ് പ്രോഗ്രാംസ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആമസോൺ അസോസിയേറ്റ് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഫിസിക്കൽ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ പറഞ്ഞ PDF ക്രിയേറ്റ് ആക്കിയതാണ്. സോ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുക്കുക, അതിനുശേഷം സെർച്ച് ബാറിൽ പോവുക, #, ആമസോൺ ഫൈൻഡ്സോ, #, മീഷോ ഫൈൻഡ്സോ അങ്ങനെ അടിക്കാം. നമുക്ക് ടോപ്പ് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ മലയാളത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അവരെ നിങ്ങൾ എന്താണ് നോക്കിയിട്ട് ശേഷം നിങ്ങൾ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല പല രീതിക്കും പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ക്ലിക്ക് ബാങ്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേറൊരു അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. ഓക്കെ, ക്ലിക്ക് ബാങ്ക് വേറൊരു അഫിലിയേറ്റ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഫിസിക്കൽ പ്രോഡക്റ്റ് ഇല്ലാതെ തന്നെ ഡിജിറ്റൽ പ്രോഡക്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ക്ലിക്ക് ബാങ്ക് കാര്യങ്ങളൊക്കെ. ദെൻ ഡയറക്റ്റ് ബ്രാൻഡ് പ്രോഗ്രാംസ് ഉണ്ട്. സോ അങ്ങോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ബിഗിനറൊക്കെയാണ്, നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റ് ഒന്നും അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുക, അതിനുശേഷം ടോപ്പ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ക്രിയേറ്റേഴ്സ് അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡ് യുവർ ഡിജിറ്റൽ പ്രസൻസ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം. 1 യൂട്യൂബ് വരുന്നുണ്ട്, 2 ഇൻസ്റ്റാഗ്രാം വരുന്നുണ്ട്, 3 വെബ്സൈറ്റ് വരുന്നുണ്ട്. ഈ വെബ്സൈറ്റ് നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞു. നമുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് പറയാം. ഓക്കെ, സോ ഗൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് പല സംഭവം ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ആക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിന്റെ ഓരോരോ ഫോട്ടോ വിത്ത് അഫിലിയേറ്റ് ലിങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നേരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് സംഭവം. പിന്നെ വേറെ നിങ്ങൾക്ക് നല്ല രീതിക്ക് സെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ചെയ്യാം. യൂട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂസും ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് മോണിറ്റൈസേഷൻ നിങ്ങളുടെ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഇന്നൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് റിവ്യൂ ഇടാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും, ഷോർട്സ് ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. എന്ന് നിങ്ങൾ സൈഡിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കൊടുത്താൽ മതി. എന്നിട്ട് പറയാം നിങ്ങൾ വേണ്ടവർ ജസ്റ്റ് ആ സൈഡിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂസ് ചെയ്താൽ പറ്റും. യൂട്യൂബിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇൻസ്റ്റാഗ്രാം. കാരണം ഒരു ഇൻസ്റ്റാഗ്രാം ബ്രാൻഡ് പേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈം ആയിട്ട് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഷോർട്ട് ടൈം ആയിട്ട് അടിപൊളിയായിട്ട് ഏൺസ് ഉണ്ടാക്കപ്പെട്ട സംഭവമാണ്. സോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതാണ് നമ്മളെ റിവ്യൂസ് ഒക്കെ ഇടാനായിട്ടാണ്. അതായത് ഇന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റീസ് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ബയോ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ അടുത്ത സംഭവം. ആൻഡ് ഞാൻ കുറേ നീട്ടുന്നില്ല. സോ നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ല എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഐഡിയ കൊടുത്തിട്ടുണ്ട്, അവിടെ കൊണ്ടിട്ട് ചോദിച്ചാലും മതി. സോ ഗൈസ്, അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് സാധനം, കോണ്ടന്റ് സ്ട്രാറ്റജി സോൾവ്, ഡോണ്ട് ജസ്റ്റ് സെൽ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക. അതായത്
നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ആൾക്കാർ പ്രോബ്ലംസ് ഒരുപാട് കാണും. ഓക്കെ, ചിലപ്പോൾ പ്രോഡക്റ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഹെൽപ്പ് ദ കസ്റ്റമർ ഡിസൈഡ്. വെറുതെ സെല്ല് ചെയ്യാൻ നിൽക്കരുത്, ആളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, കസ്റ്റമറിന് നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ അത് മാത്രമല്ല, ഇപ്പോൾ എന്താണ് ഹൈ കൺവേർട്ടിംഗ് ഫോർമാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ലിസ്റ്റ്, ഹൗ ടു ഗൈഡ്, ടോപ്പ് 10 റെക്കമെൻഡേഷൻ. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടോപ്പ് പ്രോഡക്റ്റ്, അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടോപ്പ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി ലിങ്ക് DM ചെല്ലാൻ പറ്റും. അതായത് ടോപ്പ് 10 റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഐഡിയാസ് വെച്ച് നിങ്ങൾക്ക് എന്താണ് വൈറൽ ആവാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സെയിൽസ് റേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ബിൽഡ് ട്രസ്റ്റ് വിത്ത് ഹോണസ്റ്റി. ഓക്കെ, ഓഡിയൻസിനോട് എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കുക, ട്രസ്റ്റ് ആണ് എല്ലാം. ഗൈസ്, നിങ്ങൾ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ആഡ് ചെയ്യുന്ന ശേഷം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ബയോ ചെക്ക് ചെയ്യാൻ പറയാം. സോ അവർക്ക് വേണമെങ്കിൽ എന്താണ് നിങ്ങളുടെ വീഡിയോ എത്രമാത്രം റീച്ച് ആവും അത്രയും മാത്രം നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ വില അനുസരിച്ചും അതുപോലെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചും നിങ്ങൾക്ക് എന്താണ് സെയിൽസ് കിട്ടും. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഓക്കെ, സോ ഗൈസ്, അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് 2 തരത്തിൽ അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ട്രാഫിക് ഡൈവിംഗ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഫ്രീ വേഴ്സസ് പെയ്ഡ് മെത്തേഡാണ്. പെയ്ഡ് മെത്തേഡാണ് ആഡ്സ് റൺ ചെയ്യുന്നത്, ഫ്രീ ആണ് ഓർഗാനിക്. ഓക്കെ, ഫ്രീ ട്രാഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് SEO, സോഷ്യൽ മീഡിയ, പിൻട്രസ്റ്റ്, അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം പെയ്ഡ് ട്രാഫിക്, ഗൂഗിൾ മെറ്റ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ് അങ്ങനെയൊക്കെ റൺ ചെയ്ത് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ പറ്റും. ബട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 100% നിങ്ങൾ ചെയ്യേണ്ടത് ഓർഗാനിക് ആയിട്ടാണ്. അല്ലാതെ എൻ്റെ കയ്യിൽ 5000, 10000 അല്ലെങ്കിൽ 300, 200 ഒക്കെ ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ആഡ്സ് റൺ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, മെറ്റ ആഡ്സിനും ഓരോ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജീസ് പഠിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് മാത്രം സെല്ല് ചെയ്യുക. ഓക്കെ, ഓർഗാനിക് ആയിട്ട് സെല്ല് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊരു ഈസി മണി അല്ല. ഓക്കെ, ഇപ്പോൾ ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ഗൈസ്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡെയിലി അപ്ലോഡ് ആക്കുക, കോണ്ടന്റ് ഡെയിലി ഇങ്ങനെ അപ്ലോഡ് ആക്കി പോവുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ കോണ്ടന്റ് അൽഗോരിതം മനസ്സിലാകുമ്പോഴത്തേക്ക് അത് എന്താണ് ആൾക്കാരിലേക്ക് എത്തിക്കും, അത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കും, ഇൻസ്റ്റാഗ്രാം തന്നെ എത്തിച്ചോളും. ഓക്കെ, സോ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സെയിൽസ് കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി വേണം. ഓക്കെ, ജസ്റ്റ് 3 monthsോ 2 monthsോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ആക്കി പോവുക. ചിലപ്പം എന്താണ് കയറി അന്ന് ഫസ്റ്റ് വീക്കിൽ സെയിൽസ് കിട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ 2 weeks കിട്ടുന്നുണ്ട്, 1 monthനുള്ളിൽ കിട്ടുന്നവരുണ്ട്. സോ അങ്ങനെ പല ആൾക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും ലക്ക് ബേസും എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ് ഒന്നും അല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് നല്ലത് ചൂസ് ചെയ്യുക, നല്ല അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ എടുക്കുക, ഓഡിയൻസ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ദെൻ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗൈസ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്കെയിൽ ചെയ്യുന്നത്. സ്കെയിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബിഗിനറൊക്കെ ആണെങ്കിൽ 2K ഒക്കെ നോക്കിയാൽ മതി. ഞാൻ ഇത് പറഞ്ഞതാണ്, ഒരു PDF ഞാൻ ബിൽഡ് ചെയ്ത സാധനമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓട്ടോമേറ്റഡ് സംഭവം വന്നത്, അതുകൊണ്ട് തന്നെ ഈ $1000 ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളതൊരു $100 അല്ലെങ്കിൽ $50, $20 ഒക്കെ ആക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെന്താണ് ട്രാക്ക് ഒപ്റ്റിമൈസ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗ്രോത്ത്, ഡബിൾ ഡൗൺ, എക്സ്പാൻഡ്, റീച്ച്, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് വഴി ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിന് ഒരു 10,000 വ്യൂസ് കിട്ടി, നിങ്ങൾ അടുത്ത അപ്ലോഡ് ആക്കിയ വേറെ 100 വ്യൂസ് കിട്ടിയോളൂ. ആ ഒരു 10,000 വ്യൂസ് കിട്ടിയ റീൽ എടുക്കുക. അതിനുശേഷം എന്താണ് ഇത് എത്ര മണിക്കാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. സോ ആ ഒരു ടൈമിൽ തന്നെ അതേ കണ്ടന്റ് എടുത്ത്, അതൊന്നും സെയിം അല്ല, അതുപോലെ തന്നെ റെക്കോർഡ് ആക്കിയതിന് ശേഷം ആ ഒരു ടൈമിൽ അപ്ലോഡ് ആക്കുക. കാരണം നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ടൈം വരുന്നത് ആ ഒരു ടൈമിലാണ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക് ഗ്രോത്ത്, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേറ്റ് ചെയ്താൽ പാസീവ് ഇൻകം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ട, നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ വൈറൽ ആകുമ്പോൾ തോറും കമന്റ്സ് കൂടും. ഇപ്പോൾ ലൈക്ക് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഇന്ന വേർഡ് കമന്റ് ചെയ്താൽ ലിങ്ക് DM ചെല്ലുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ സൂപ്പർ പ്രൊഫൈൽ പോലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആൾക്കാർ ഒരുപാട് കമന്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ റീൽ ഓട്ടോമാറ്റിക് റീച്ച് ആവുന്നതായിരിക്കും. അങ്ങനെ കമന്റ്സ് വരുന്നതോറും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു ടൂൾ തന്നെ അവർക്ക് എന്താണ് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. സോ അവർ ക്ലിക്ക് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട, ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്മീഷൻ കയറും. ഓക്കെ, അതിനുശേഷം ഡബിൾ ഡൗൺ ആണ്, വർക്കാകുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം എക്സ്പാൻഡ് റീച്ച് ആണ്, കൂടുതൽ പ്രോഡക്ട്സും പ്ലാറ്റ്ഫോംസും ആഡ് ചെയ്ത് സ്കെയിൽ ചെയ്യാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ 2 3 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്ലസ് യൂട്യൂബ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്ലസ് യൂട്യൂബ് പ്ലസ് ഫേസ്ബുക്കും കൊണ്ടുപോകാൻ പറ്റും. ഇതേ സെയിം റീലിന് 3 അപ്ലോഡ് ആക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം 2 അപ്ലോഡ് ആക്കാം. ഒരു ദിവസം നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും രാവിലെ അപ്ലോഡ് ആക്കിയാൽ വേറെ റീൽ എടുത്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്താ വൈകുന്നേരം അപ്ലോഡ് ആക്കാം. സോ ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ ഗൈസ്, അതിനുശേഷം നമ്മുടെ അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, പ്രോ ടിപ്സ് ടു അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ്. പ്രൊമോട്ടിംഗ് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്
എക്സ്പെക്ടിങ് ഓവർനൈറ്റ് സക്സസ്, നോട്ട് ഡിസ്ക്ലോസിങ് അഫിലിയേറ്റ് ലിങ്ക്സ്. ഓക്കെ, സോ ഇത് കാര്യങ്ങൾ ഒരു ബിഗിനർക്ക് ഏറ്റവും പറ്റുന്ന തെറ്റാണ് ഞങ്ങൾക്ക് പറയുന്നത്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാ മോശം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഓഡിയൻസിന്റെ പ്രോബ്ലംസ് ഉള്ള പ്രോഡക്റ്റ് വേണം സെല്ല് ചെയ്യാനായിട്ട്. റാൻഡം പ്രോഡക്റ്റ് ഒരിക്കലും സെല്ല് ചെയ്യരുത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ ആയാലും ഏതൊരു ഇ-കൊമേഴ്സ്, നിങ്ങൾ എന്ത് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ ആൾക്കാരുടെ പ്രോബ്ലത്തിന് പറ്റിയ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ എക്സ്പെക്ടിങ് ഓവർനൈറ്റ് സക്സസ്. ഞാൻ കയറിയ ഒരു വീക്കിനുള്ളിൽ തന്നെ എനിക്ക് ക്യാഷ് കിട്ടും, അല്ല ഞാൻ കയറിയ 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് 10,000 ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കിയ ശേഷം മാത്രം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നോട്ട് ഡിസ്ക്ലോസിങ് അഫിലിയേറ്റ് ലിങ്ക് ആണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 2 ടൈപ്പ് ലിങ്ക് കിട്ടും. നിങ്ങൾ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് അസോസിയേറ്റ് ലിങ്ക് കിട്ടും, അതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്. ഓക്കെ, നിങ്ങളുടെ യൂണിക് ലിങ്ക് ആണ്, നിങ്ങളുടെ പ്രോഫിറ്റ് ലിങ്ക്. അല്ല നോൺ അസോസിയേറ്റ് ലിങ്ക് ഉണ്ട്, അത് സാധാ ലിങ്ക് ആണ്, അത് നിങ്ങൾ എപ്പോഴും നോക്കുക. ഓക്കെ, അതിനുശേഷം യുവർ ആക്ഷൻ പ്ലാൻ ഫോർ സക്സസ്. ഗൈസ്, നിങ്ങളൊന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അല്ല ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ആക്കിയിട്ട് ഞാൻ ചുമ്മാ 30 ദിവസം കഴിഞ്ഞാൽ കയറില്ല, പ്രോഫിറ്റ് കയറില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ ടൈം എടുത്തോ. ഓക്കെ, എല്ലാം അനാലിസ് ചെയ്താൽ ടൈം എടുത്തോ. അതിനുശേഷം നിങ്ങൾ എന്താണ് നല്ലൊരു നിഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് തന്നെ നിഷ് തിരഞ്ഞെടുക്കുക. പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കേണ്ട, അതായത് ടൈമിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ചാനലിന് പറ്റിയ ഒരു പേജിന് പറ്റിയ ഒരു നിഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ 3 പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 പ്ലാറ്റ്ഫോം എടുക്കുക, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ജസ്റ്റ് രാവിലെ ഒരു റീൽ റെക്കോർഡ് ആക്കുക, അതിനുശേഷം 3 പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം വൈകുന്നേരം എടുക്കുക, എന്താണ് 3 പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ആക്കുക. സിമ്പിളാണ് സാർ, നമ്മൾ പറയുമ്പോൾ സിമ്പിളാണ്, ബട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ റോഡ് മാപ്പ്. അതായത് റോഡ് മാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ്. ഓക്കെ, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൈസ്, മേ ബി നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി കാണും. ഓക്കെ, നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്ന ഒരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ആമസോൺ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മീഷോ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതാണ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് മീഷോ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രം യൂസ് ചെയ്യുന്ന ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് മീഷോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മീഷോ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു DM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങളിപ്പം നിങ്ങൾക്കൊരു ക്രിയേറ്റർ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് മീഷോയിൽ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്രോമിൽ ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മീഷോയിൽ കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കണക്റ്റിംഗ് ആളെ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓരോ റീലിനും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലിങ്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇന്നവിടെ കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ലിങ്ക് DMൽ പോകുന്നതായിരിക്കും. എത്ര കമന്റ് വന്നാലും അപ്പോൾ ഉണ്ടിരിക്കും. ഓക്കെ, അല്ല നിങ്ങൾ ആമസോൺ പോലുള്ള സംഭവം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈൽ അങ്ങനെയുള്ള പല DM ഓട്ടോമേഷൻ ചെയ്യുന്ന ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് പോകും. അതായത് ഇപ്പോൾ നിങ്ങൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഓട്ടോമാറ്റിക്കലി ഒരു DMൽ പോകുന്നതായിരിക്കും. ബട്ട് നിങ്ങൾ ചുമ്മാ പോവില്ല, ആ ഒരു ഓട്ടോമേഷൻ ടൂളിൽ തന്നെ നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ തന്നെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല. അതായത് ഞാൻ ഓരോ ഫുള്ളിൽ വർക്ക് ചെയ്താൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയൊന്നും അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്, ചെയ്യാതിരിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രോഡക്റ്റിൻ്റെ വീഡിയോസുകളൊക്കെ റൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവം ഇങ്ങനെയൊക്കെയാണ് അതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഓക്കെ, അതൊക്കെ വളരെ ഇഷ്ടമാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഇതിന് ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് ഇപ്പം നിങ്ങൾ വീട്ടമ്മയാണോ, ഓഫീസിൽ പോകുന്നവരാണോ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണോ, ഗേളാണോ, ബോയ് ആണോ, അങ്ങനെ ഒരു സംഭവമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എവിടെ വച്ചുവേണമെങ്കിലും ചെയ്യാം, എങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രോഫിറ്റിലെ ഓരോരോ ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾ ഓരോ വെബ്സൈറ്റ് യൂസ് ആകുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആമസോൺ അക്കൗണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 1000 rupees മിനിമം വിഡ്രോവൽ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 1000 rupees കംപ്ലീറ്റ് ആക്കിയാലാണ് ആമസോൺ നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ്, ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇനി നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ ഒരു സ്റ്റോർ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോർ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. ഓക്കെ, അതൊന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യം തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾ ആ നീസ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്റ്റോറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ ഒരു ഇൻഫ്ലുവൻസർ പേജോ നിങ്ങൾക്ക് സെറ്റാക്കാം. DP കൊടുക്കുക, ബയോ കൊടുക്കുക, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ സംഭവം സെറ്റാക്കാം. ഞാൻ എന്നെയും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇത്ര മാത്രമേ നമ്മുടെ വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ നല്ല എന്തായാലും തോന്നുന്നു. സോ ഗൈസ്, കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്.
ഞാൻ നമ്മൾ ഒറ്റ രൂപ റെക്കോർഡ് ചെയ്ത സാധനമാണ്. ഇന്നലെ ഞാൻ PDF ഫുൾ തയ്യാറാക്കി ഗൈസ്. വീഡിയോസ് എനിക്ക് തോന്നുന്നൊരു ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, ഫിഫ വേൾഡ് കപ്പാണ്, തീർന്നിട്ടൊന്നുമില്ല. കാരണം മെയിനായിട്ട് ഉറക്കം കിട്ടുന്നില്ല. അതിനുശേഷം എന്താണ് റെക്കോർഡ് ചെയ്യാനുള്ള ഇത് വരുന്നില്ല. ഓക്കെ, കണ്ടന്റ് കിട്ടി. കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഇനി നെക്സ്റ്റ് വീക്കിലൊക്കെ, അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ റോഡ് മാപ്പ് ആയിരിക്കും അപ്ലോഡ് ആക്കുന്നത്. ഓക്കെ, ലൈക്ക് എല്ലാ സംഭവം ഡീറ്റെയിൽ ആയിട്ട് ഒരു കോഴ്സ് രൂപ തയ്യാറാക്കി നിങ്ങൾക്ക് അപ്ലോഡ് ആക്കി തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ കമന്റ് ആക്കാൻ മറക്കണ്ട. അതിനുശേഷം നമുക്ക് എന്താണ് പുതിയ കോണ്ടന്റിലേക്ക് കടക്കാം. ഗൈസ്, നമ്മൾ ഇത്രയും വീഡിയോകൾ കണ്ടിട്ട് ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ പോയിന്റ്സ് തരിക. കാരണം നമ്മുടെ ഈ എഫേർട്ട് നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ ഹൈ പോയിന്റ്സ് തന്നാലേ എന്താണ് നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ഇടാനും ഈ വീഡിയോ മറ്റുള്ളവർ റീച്ച് ആവാനും സഹായിക്കുള്ളൂ. ഓക്കെ, സോ ഗൈസ്, നമുക്ക് ഇതിൽ മികച്ച അടുത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക, ടൈം കൊടുക്കുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. തന്നെ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്നത്.